താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ദൈവം അത്ഭുതകരമായിട്ട് നമ്മളെ നടത്തുന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യാൻ വളരെ ചെറിയൊരു ഭാഗമാണ് ഞാൻ ഇന്ന് ഉദ്ദേശിച്ചത്. ദൈവത്തിൻ്റെ നമുക്ക് വളരെ പരിചിതമായിട്ടുള്ളൊരു ഭാഗമാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഒരു വ്യക്തമായ ഒരു ധാരണ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്കുണ്ട്. ദൈവസ്നേഹം എന്ന ആ ഒരു സബ്ജക്റ്റ്, ആ ഒരു വിഷയം, അത് നമ്മൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 3:16 വായിക്കുമ്പോൾ എല്ലാവർക്കും, കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ അത് കാണാപ്പാഠം പഠിച്ചത് മനസ്സിലാക്കി സൺഡേ സ്കൂളിലൊക്കെ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു ഭാഗമാണ്. അത് എടുക്കണമെന്നില്ല, എന്നാലും എടുത്തു. തൻ്റെ ഏകജാതനായിട്ടുള്ള പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുന്ന ആ ഒരു സ്നേഹത്തിൻ്റെ ഒരു പ്രതിഫലനം, അല്ലെങ്കിൽ ആ സ്നേഹത്തിൻ്റെ പ്രകടനമാണ് നമ്മൾ ക്രൂശിൽ യഥാർത്ഥത്തിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറയുന്ന വിഷയം, അത് നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നമ്മളെല്ലാവർക്കും അത് വളരെ വ്യക്തമായിട്ടത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എങ്കിലും ആ സ്നേഹം എന്ന് പറയുന്നതിൻ്റെ പരിമാണം, അല്ലെങ്കിൽ അതിൻ്റെ അളവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ എത്രത്തോളം അത് സ്പർശിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനകത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ഭാഗം നമ്മൾ ചിന്തിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹം ശരിക്ക് അനുഭവിക്കുന്നവർ എത്ര പേരുണ്ട്? ദൈവത്തിൻ്റെ ആ സ്നേഹം എത്ര പേർ അനുഭവിക്കുന്നുണ്ട്? യെസ്. അപ്പോൾ ഈ അനുഭവം എന്ന് പറയുന്നത്, ദൈവസ്നേഹം അനുഭവിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഈ സ്നേഹം എന്ന് പറയുന്നതിനൊരു ഡെഫിനിഷൻ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നത്. നമ്മുടേതായിട്ടുള്ള ഭാഷകളിൽ, നമ്മുടേതായിട്ടുള്ള വികാരത്തിൽ നമുക്ക് ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്നേഹത്തെ അനുസരിക്കണം, അനുഭവിക്കണം. ഇതാണ് അതിനകത്തൊരു ഫസ്റ്റ് പോയിന്റ്. 1 കൊരിന്ത്യർ 13-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം, അല്ലെങ്കിൽ ഈ 13-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചിലരെങ്ങനെ ചിന്തിക്കുക, അത് കല്യാണത്തിന് എപ്പോഴും കേട്ടിട്ടുള്ള പോലെയാണ് തോന്നുന്നത്. കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ ബൈബിൾ വായിച്ചിട്ടില്ല, അതുകൊണ്ട് പിന്നെ കേട്ടിട്ടില്ല. കാരണം കല്യാണത്തിന് മിക്കവാറും ഈ 13-ാമത്തെ അധ്യായം വായിക്കാറുണ്ട്. 1 കൊരിന്ത്യർ 13-ാമത്തെ അധ്യായം വായിക്കാറുണ്ട്. അതെന്തുകൊണ്ടാണ്? സ്നേഹത്തെക്കുറിച്ച് പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ പൗലോസ് അവിടെ പറയുന്നൊരു കാര്യം, ഞാൻ എങ്ങനെയാണ് ദൂതന്മാരുടെ ഭാഷ, അല്ലെ, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചെലമുന്ന കൈത്താളമോ അത്രേ. ഇത് പലപ്പോഴും ഈ വാക്യം ഉപയോഗിക്കുന്നത് കുറ്റം പറയാനായിട്ടാണ് ആൾക്കാർ. ഈ പെന്തക്കോസ്തുകാരിങ്ങനെ ടങ്സൊക്കെ ഇങ്ങനെ പറയുന്നു, നമ്മൾ ടങ്സൊക്കെ ഇങ്ങനെ പറയുന്നു, അങ്ങനെ നിങ്ങൾ വലിയ ടങ്സൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയാനായിട്ടാണ് പലരും ഈ വാക്യത്തെ ഉപയോഗിക്കാറ് കേട്ടോ. പക്ഷേ അതിനേക്കാളൊക്കെ ആഴമുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചെലമ്പുന്ന കൈത്താളമോ അത്രേ. അപ്പം സ്നേഹത്തിൻ്റെ ഒരു ആഴം നമ്മൾ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഉദ്ദേശിച്ചത് ഇതാണ്. സംസാരം അല്ലെങ്കിൽ ഇടപെടൽ, റിലേഷൻഷിപ്പ്, ബന്ധം, ഇതൊക്കെ ഒരു പ്രകടമായ സ്നേഹത്തിൻ്റെ പ്രകടമായ ഒരു കാഴ്ചയാണ് നമുക്ക് തരുന്നത്. ഞാൻ ഒരാളോട് സംസാരിക്കുന്നു, എത്ര നേരം സംസാരിക്കുന്നു, എത്ര നേരം അദ്ദേഹത്തോട് ഇരുന്ന് സംസാരിക്കുന്നു, എത്ര നേരം ഞാൻ അദ്ദേഹത്തിന് വേണ്ടി സമയം കണ്ടെത്തുന്നു, കൊടുക്കുന്നു, ഇതെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ സംസാരം നമ്മളവിടെ പറയുമ്പോൾ ഈ ആഴത്തിലേക്ക് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. അപ്പോൾ ദൂതന്മാരുടെ ഭാഷയെക്കുറിച്ച് പറഞ്ഞ അന്യഭാഷയെക്കുറിച്ച് അങ്ങനെയുള്ള രീതിയിലല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അതൊരു എക്സ്ക്ലമേറ്ററി ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ദൂതന്മാർ സംസാരിക്കുന്നത് സത്യത്തിൽ മനുഷ്യരോടല്ല, ദൈവത്തോട് സംസാരിക്കുന്നൊരു. അപ്പം അത്തരത്തിലുള്ളൊരു ഭാഷ തന്നെ നീ പ്രാപിച്ചു എന്നിരിക്കട്ടെ, എങ്കിൽ പോലും അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല. അതിനേക്കാളും ഉപരിയായിട്ട് നിനക്ക് ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായപ്പോൾ
ഈ വാക്യം എത്ര സ്ട്രക്ചേർഡായിട്ടാണ് പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതെന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനും നിങ്ങളും പാപികളായിരിക്കുമ്പോൾ തന്നെ, ദൈവത്തിന് ഹിതകരമല്ലാത്ത പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ദൈവത്തിന് ഇഷ്ടപ്പെടാനുള്ള യാതൊരു സാധ്യതകളും ഇല്ലാതിരിക്കുമ്പോൾ തന്നെ ദൈവം എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? സ്നേഹിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഗോഡ്സ് ലവ് ഈസ്. അതാണ് ആ ദൈവസ്നേഹം. എനിക്ക് നിങ്ങൾക്കും പറ്റുമോ അത്? ഇന്ന് ചിന്തിക്കേണ്ട വിഷയം അത്രയേ ഉള്ളൂ. ഞാൻ വളരെ സിമ്പിളായിട്ടൊരു വിഷയമാണ് എടുത്തിരിക്കുന്നത്. എനിക്കും നിങ്ങൾക്കും അത്തരത്തിലുള്ള ഒരു സ്നേഹത്തെ ആണ് റിസീവ് ചെയ്തത് എന്ന് നിങ്ങൾക്കും എനിക്കും ബോധ്യമുണ്ടെങ്കിൽ ആ സ്നേഹത്തെ റിസീവ് ചെയ്യാനായിട്ട് കഴിയുമോ? ഇന്ന് പകൽക്കാലം അതിനെ സ്വീകരിക്കാനായിട്ട് കഴിയുമോ? അതിനെ ഏറ്റെടുക്കാനായിട്ട് കഴിയുമോ? ആ സ്നേഹമാണ് കർത്താവേ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടതെന്ന് ചിന്തിക്കാനായിട്ട് കഴിയുമോ? ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിത ശൈലി എന്ന് പറയുന്നത് തന്നെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശൈലി എന്ന് പറയുന്നത് തന്നെ ഈ സ്നേഹത്തിൽ നിബിഡമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരിക്കുക എന്നുള്ളതാണ്. അതാണ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈല്. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു വ്യത്യാസമായിരിക്കും അത്. ആ ലൈഫ് സ്റ്റൈലിൽ ആ സ്നേഹത്തിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചൊക്കെ 1 കൊരിന്ത്യർ 13 അധ്യായത്തിലേക്ക് ഒരുപാട് പറയുന്നുണ്ട്. അതൊന്നും അതിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല, ഒരുപാട് ഡീപ്പറായിട്ട് പോകുന്ന. അപ്പോൾ ദൈവം എനിക്കും നിങ്ങൾക്കും പ്രദർശിപ്പിച്ചതും തന്നതുമായിട്ടുള്ള ആ സ്നേഹത്തെ നിങ്ങൾ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളത് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അറിയാമോ? നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്റ്റൈല് തന്നെ എല്ലാ മേഖലകളിലും ആ സ്റ്റൈലെന്ന് പറയുന്നത്, ആ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ആ സ്നേഹത്തിൽ. ഗുലാബ് ജാം കണ്ടിട്ടുണ്ടോ? ഗുലാബ് ജാം എത്ര പേര് കഴിച്ചിട്ടുണ്ട്? ഗുലാബ് ജാം എങ്ങനെ കിടക്കുന്നത്? ആ പഞ്ചസാര ലായനിയിൽ ഇങ്ങനെ കിടക്കണം ആ ഉണ്ട. അതായിരിക്കണം. ദാറ്റ് ഈസ് വാട്ട് ഐ ആം ടോക്കിംഗ് അബൌട്ട്. നിങ്ങൾക്ക് പെട്ടെന്നൊരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു അറ്റ്മോസ്ഫിയർ, അത് ആ ഒരു സ്നേഹത്തിൻ്റെ ടോട്ടലായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ ഉള്ളിലാണ് എന്തിരിക്കുന്നത്? ആ ഗുലാബ് ജാം, ആ ഒരു ആ ഉണ്ടായിരിക്കുന്നത് അവിടെ. അങ്ങനത്താണ് നമ്മുടെ ലൈഫ് സ്റ്റൈല്. അതിൽ നമുക്ക് വേറെ ഒന്നും അതിനകത്തില്ല. അതിൽ കവിഞ്ഞ് വേറെ ഒന്നും ദൈവം പ്രതീക്ഷിക്കുന്നില്ല നമ്മളിൽ നിന്ന്. ഇതൊരു ഇച്ചിരി ബുദ്ധിമുട്ട് പിടിച്ചൊരു കാര്യമാണ്, അല്ലേ? ഒരല്പം ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ്. ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരല്പം ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ്, ശരിയാ, എനിക്കറിയാം. പക്ഷേ നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന അതാ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം ആഗ്രഹിക്കുന്നത്, ഞാൻ ചില പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ, കാരണം നമ്മുടെ സമയം പെട്ടെന്ന് നമ്മൾക്ക് അതിക്രമിച്ചിരിക്കുകയാണല്ലോ. ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഈ ലൈഫെന്ന് പറയുന്നത് എല്ലാ ബേർഡനും കൊണ്ട് നിറഞ്ഞിരിക്കും. ഒരുപാട് ബേർഡൻസ് ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. ഈ ബേർഡൻസിനെ എല്ലാം മാറ്റി വച്ചിട്ട് നിങ്ങളൊരു സ്വാതന്ത്ര്യത്തിലെത്തി ദൈവത്തിൻ്റെ അബണ്ടൻസ്, ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ അബണ്ടൻസിൽ നിങ്ങളിങ്ങനെ ജീവിക്കണമെന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇപ്പം നമ്മുടെ ലൈഫ് ഇങ്ങനെ ഒറ്റയടിക്ക് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ലൈഫിൻ്റെ ആ ഈ നെറ്റിയുടെ, ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ നെറ്റി ഉണ്ടല്ലോ, നെറ്റി കണ്ടു കഴിഞ്ഞാൽ അറിയാം ലൈഫിൻ്റെ ആ ഒരു സ്ട്രഗിളിനെ കുറിച്ചെന്നാണ് പറയുന്നത്. നെറ്റി ചുളിഞ്ഞ് ഒരുപാട് ചുളിഞ്ഞിരിക്കും. ചുളിവ് വന്നിങ്ങനെ നെറ്റി ഇങ്ങനെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ ലോകത്തിൽ പ്രയാസങ്ങളുമായിട്ട് കടന്നു വന്നിരിക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കൗൺസിൽ ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? അവരുടെ നെറ്റിയിലേക്ക് നോക്കിയാൽ മതി. ഒരുപാട് ചുളിഞ്ഞ് ഒരുപാട് പ്രയാസത്തിലിരിക്കുന്നവരെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇന്ന് ലോകത്തിൽ, ഇന്ന് കേരളത്തിൽ പ്രത്യേകിച്ചും ഒരുപാട് പേര് അങ്ങനെയുള്ളൊരു കുറവാണ്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് ഭയങ്കര ടഫസ്റ്റ് സിറ്റുവേഷനിലൂടെ കടന്നു പോയിരുന്നവരെ ഒരുപാട്. ഇന്നത്തെ ജനറേഷനിൽ അത് കാണുന്നില്ല. ഇന്നത്തെ ജനറേഷനിലുള്ളവർ ഒരിക്കലും അത്തരത്തിലുള്ള പ്രയാസങ്ങളും കഷ്ടതകളും നിറഞ്ഞ ലൈഫിലൂടെ കടന്നു പോകുന്നവരെ വളരെ തുച്ഛമായിട്ടാണ് കാണുന്നത്.
അത് കാണണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ജനറൽ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ പോയാൽ മാത്രമേ നമുക്ക് കാണാനായിട്ട് കഴിയുള്ളൂ. ദൈവം ആഗ്രഹിക്കുന്നത് ഈ ബേർഡൻസ് എല്ലാം വച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയെ അല്ല. ഈ ബേർഡൻസ് എന്തുകൊണ്ട് വരുന്നു? ഈ ബേർഡൻസ് വരുന്നതിൻ്റെ ഒരു റീസൺ നമ്മൾ സ്നേഹം കൊടുക്കാത്തത് കൊണ്ടാണെന്ന് പറയാം. നമ്മുടെ ആ ജീവിതത്തിൽ കർത്താവിൽ നിന്ന്, പിതാവിൽ നിന്ന് സ്നേഹത്തെ റിസീവ് ചെയ്ത് സ്വീകരിച്ചിട്ട് ആ ഒരു ഫ്രീഡത്തിൽ നടക്കാത്തത് കൊണ്ടാണെന്നാണ് പൊതുവേ ഉള്ളൊരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ബൈബിളിലെ കാഴ്ചപ്പാടെന്ന് വേണമെങ്കിൽ പറയാം. കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞത് കാസ്റ്റ് ഔട്ട് ഓൾ ബേർഡൻ ടു മീ എന്ന് പറഞ്ഞത്. നീ എല്ലാ ബേർഡനും എൻ്റെ മേലിട്ടുകൊള്ളുക. കർത്താവ് അങ്ങനെയല്ലേ പറഞ്ഞത്? എല്ലാ ബേർഡനും കർത്താവിൻ്റെ മേലിട്ടുകൊള്ളുക. നമുക്ക് അങ്ങനെ നടക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ നടക്കാൻ പറ്റാത്തതിൻ്റെ ഒരു റീസൺ ദൈവത്തിൻ്റെ സ്നേഹത്തെ റിസീവ് ചെയ്തതുകൊണ്ടാണ്. ഒറ്റ വാക്കിൽ ഞാൻ ആൻസർ പറയുക. അങ്ങനെ എനിക്കും നിങ്ങൾക്കും നടക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നമ്മൾ എപ്പോഴും ഫ്രസ്ട്രേറ്റഡ് ആണെങ്കിൽ, എന്തുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾ എപ്പോഴും ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നത്? അവർക്ക് എന്തിൻ്റെങ്കിലും കുറവുള്ളതുകൊണ്ടാണോ? അവർക്കൊന്നിൻ്റെയും കുറവില്ല, പക്ഷെ അവർക്ക് കുറവ് വരും. എന്തുകൊണ്ടാണ്? നമ്മളിപ്പോൾ ഒരു സാധനം നമുക്ക് തന്നു, പഞ്ചസാര, 1 കിലോ പഞ്ചസാര മേടിച്ച് ഒരു ബോട്ടിലിൽ വെച്ചു. ഈ പഞ്ചസാര മേടിച്ച് ഓരോ ബോട്ടിൽ വെച്ച് കഴിയുമ്പോൾ നമ്മൾ ചായ ഇട്ട് വരുമ്പോഴത്തേക്ക് ഈ പഞ്ചസാരയുടെ അളവ് ഇങ്ങനെ കുറഞ്ഞു വരും, കൺസ്യൂം ചെയ്യും. അപ്പം എന്ത് സംഭവിക്കും? കുറവ് വരും. ദൈവം ഓൾറെഡി എല്ലാം തന്നു കഴിഞ്ഞു, പക്ഷേ ഇതെല്ലാം കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കും. എന്ത് സംഭവിക്കും? കുറവ് വന്നുകൊണ്ടിരിക്കും നമ്മുടെ ലൈഫിൽ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫ്രസ്ട്രേഷനിൽ പോകണോ, അതോ മുൻപേ ഈ 1 കിലോ പഞ്ചസാര തന്ന ദൈവത്തെ നമ്മൾ സ്തുതിക്കണോ? സ്തോത്രം. നമ്മുടെ ലൈഫിൽ പറ്റുന്ന കുഴപ്പം അതാണ്. നമ്മളിതെല്ലാം കൺസ്യൂം ചെയ്തു, നമ്മളിതെല്ലാം ഓൾറെഡി ഇതെല്ലാം കൺസ്യൂം ചെയ്ത് നമ്മൾ നടന്നു കഴിഞ്ഞതിന് ശേഷം ഇല്ലാതായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ലൈഫിൽ എന്താണ്? പിന്നെ ഫ്രസ്ട്രേഷനാണ്. എന്താ ദൈവമേ എന്നെ ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത്? ഇസ്രായേൽ മക്കൾ ചോദിച്ചതാണ്. എന്താ കാണിക്കുന്നത്? ദൈവത്തെ സ്നേഹിച്ചിട്ടില്ല. നമ്മൾ മുൻപ് ഈ റിസീവ് ചെയ്ത ഈ കാര്യങ്ങളൊന്നും തന്നെ ദൈവ സ്നേഹത്തിൽ നിന്നല്ല. ഇതൊക്കെ ദൈവം നമുക്ക് തന്നതുപോലെ നമ്മൾ ചിന്തിക്കുന്നത്. ഇതെല്ലാം എനിക്ക് ദൈവം തരേണ്ടുന്നതാണ്. ദൈവം എന്താ തരാത്തത്? അങ്ങനെ പ്രസംഗിച്ച് നടക്കുന്ന ഒരുപാട് പേരുണ്ട് ക്രിസ്ത്യാനികൾ. തോമസേട്ടൻ ചിരിക്കുന്നത് കാണാൻ, പക്ഷേ എനിക്ക് കണ്ണ് കണ്ടാൽ അറിയാം. സാധനം വച്ചേക്കണോണ്ട് ചിരിക്കുന്ന അറിയാൻ പറ്റുമോ? എന്താണ് ദൈവം നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും ദൈവം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ റിസീവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കുറഞ്ഞു വരുമ്പോൾ, അതിലൊരു പ്രയാസം വന്നു കഴിയുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ദൈവത്തെ പൂർണ്ണമായിട്ടും സ്നേഹിച്ചിട്ടില്ല. ഇത് ഞാനൊരു തെളിവായിട്ട് നിങ്ങൾക്ക് തരുക. നമ്മളെല്ലാം ലൈഫിൽ ആ രീതിയിൽ ഞാൻ മലാക്കിയുടെ പുസ്തകം 2023 ഡിസംബർ 31 പ്രസംഗിച്ചിട്ടുണ്ട്. മലാക്കിയുടെ പുസ്തകം 7 ചോദ്യങ്ങൾ മനുഷ്യർ ചോദിച്ചുകൊണ്ടിരിക്കും. ദൈവം പറഞ്ഞു 7 ചോദ്യങ്ങളുണ്ട്. ഞാൻ പെട്ടെന്ന് അത് ഓർക്കുന്നില്ല, പക്ഷേ 7 ചോദ്യങ്ങൾ ദൈവം ചോദിച്ചുകൊണ്ടിരിക്കുക മനുഷ്യരോട്. ഇസ്രായേൽ മക്കളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അപ്പം ഇസ്രായേൽ മക്കൾ തിരിച്ചൊരു ചോദ്യം, ഏതിലാണ് നീ എന്നെ സ്നേഹിക്കുന്നത്? നീ എന്തിലാണ് ഞങ്ങളെ സ്നേഹിക്കുന്നത്? ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ, ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ നോക്കിക്കോ, മലാക്കിയുടെ പുസ്തകം 1-ന്റെ 2-ാമത്തെ വാക്യം. ദൈവം സ്നേഹിച്ചുകൊണ്ടിരിക്കുക, പക്ഷേ അവർ ചോദിക്കുന്നത് നിങ്ങൾ ഏതിനാൽ നീ സ്നേഹിക്കുന്നു എന്നായി പറയുന്നത്. ദൈവം പറഞ്ഞു, നിങ്ങൾ എന്നെ മുഷിപ്പിച്ചുകൊണ്ടിരിക്കുക, എന്നെ ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ടിരിക്കുക. അവർ ചോദിക്കുകയാണ്, ഏതിൽ മുഷിപ്പിച്ചു എന്നാണ് നീ പറയുന്നത്? നീ എൻ്റെ യാഗപീഠത്തെ, എൻ്റെ ആരാധനയെ മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ ചോദിക്കുകയാണ്, ഏതിൽ മലിനമാക്കി എന്നാണ് നീ പറയുന്നത്? ഇതോ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഓർമ്മയുണ്ടോ? ഞാൻ ഈ പ്രസംഗിച്ചത് ഓർമ്മയുണ്ടോ? ചിലർക്കൊക്കെ ഓർമ്മയുണ്ട്. ഏതിൽ മലിനമാക്കി എന്നായി പറയുന്നത്? നമ്മുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയല്ലേ എന്നൊന്ന് ആലോചിച്ച് നോക്കി, അല്ലേ? നമ്മുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയല്ലേ? പല സംഭവങ്ങളും കണ്ടോ, 1, 2
ഞാൻ പറയുമ്പോൾ ഇത് അതേപടിയാണ് കേട്ടോ, വളരെ ക്ലിയറാണ്. 1-ാമത് അധ്യായത്തിൽ, 2-ാമത് അധ്യായത്തിൽ, 3-ാമത് അധ്യായത്തിൽ. ഈ 3 അധ്യായത്തിൽ 7 ചോദ്യങ്ങൾ ദൈവം ചോദിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ അവർ ഉത്തരവും പറയുന്നുണ്ട്. നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു? ഒരു രോഗം വരുമ്പോഴും, ഒരു പ്രയാസം വരുമ്പോഴും, ഒരു ദുഃഖം വരുമ്പോഴും, ഒരു കാര്യം നടക്കാതെ വരുമ്പോഴും, ഒരു 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 വഴക്ക് കൂടുമ്പോഴും, ഒരു റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നമ്മൾ ചിന്തിക്കുന്ന ചിന്ത എന്താണ്? എവിടെ ദൈവം ഇരിക്കുന്നത്? എന്താണ് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ വായിക്കണം. മലാക്കിയുടെ പുസ്തകം 4 അധ്യായമേ ഉള്ളൂ. നിങ്ങൾ വായിക്കണം. അതിൻ്റെ 3-ാമത്തെ അധ്യായം, അതിൻ്റെ 17-ാമത്തെ വാക്യം ഒന്നും എടുത്തു നോക്കി. 17ആണോ 7ആണെന്ന് ഓർമ്മയില്ല. 17-ാമത്തെ വാക്യം ഒന്നും എടുത്തു നോക്കി. 17ആണെന്ന് തോന്നുന്നു. അല്ല, 7-ാമത്തെ അല്ല, അത് ഞാൻ ഈ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിനകത്ത് 7-ാമത്തെ നോക്കി. ഇത് തന്നെ. നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ, ഇത് 7-ാമത്തെയാണിത്. 7-ാമത്തെ ചോദ്യമാണ്. അതിനിടയ്ക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ നിങ്ങൾ എൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ തെറ്റി നടന്നിരിക്കുന്നു. എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവിൻ, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് മടങ്ങി വരും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ ഞങ്ങൾ ഏതിലാണ് മടങ്ങി വരേണ്ടത്? ചോദ്യമാണ് ജിജി. ഏതിലാണ് മടങ്ങി വരേണ്ടത്? ശരിയല്ലേ? നമ്മൾ ഇതുപോലുള്ള ചോദ്യങ്ങളല്ലേ ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? ദൈവം ഓരോ പോയിന്റഡ് ഔട്ടായിട്ട് നിങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മുടെ ചോദ്യം, നമ്മുടെ റെസ്പോൺസ് ഡിഫറെൻ്റ് ആണ്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതല്ല എൻ്റെ സബ്ജക്റ്റ് എങ്കിലും ഇത് ഈ ഒരു ഭാഗം ഞാൻ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ വായിച്ചു നോക്കുക. ദൈവത്തിൻ്റെ സ്നേഹത്തെ റിസീവ് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക്, ദൈവത്തിൻ്റെ സ്നേഹത്തെ പൂർണ്ണമായ അർത്ഥത്തിൽ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളൊരു ചോദ്യം നിങ്ങൾ മറുചോദ്യമായിട്ട് ദൈവത്തിൻ്റെ മുൻപിൽ വയ്ക്കില്ല. കർത്താവേ, അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, അങ്ങ് ഞങ്ങൾക്ക് ആൻസർ തരുന്ന ദൈവമാണ്, അങ്ങ് ഞങ്ങളെ ഈ പാതകളിലൂടെ നടത്തുവാൻ മതിയായവനാണ്. പെട്ടെന്ന് ഞാൻ 3 കാര്യങ്ങൾ പറയട്ടെ. ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ലവ് ആണ്. ദൈവത്തിൻ്റെ സ്നേഹം പെട്ടെന്ന് ഞാൻ പറയാൻ പോവാണ്. 3 കാര്യങ്ങൾ അത് പറഞ്ഞ് നിർത്താൻ പോവാ. അൺകണ്ടീഷണൽ ലവ്, അതാണ് ഞാൻ റിസീവ് ചെയ്യേണ്ടത്, അതാണ് ഞാൻ റിസീവ് ചെയ്തിരിക്കുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 5:8 നമ്മൾ വായിച്ചു. ദാറ്റ് ഈസ് ദ ഡെപ്ത് ഓഫ് ലവ്. നിങ്ങൾ പാപത്തിൽ ഇരിക്കെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ പാപത്തിൽ ഇരിക്കെ എൻ്റെ പുത്രനെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ തന്നു. യോഹന്നാൻ 3:16 നമ്മളത് വായിച്ചു കഴിഞ്ഞു. ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു, സ്വന്തം പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ച ഒരു പിതാവ്. പാപത്തിൽ ഇരിക്കെ നിങ്ങളെ സ്നേഹിച്ച് തേടി വന്ന് നിങ്ങളെ കരുതിയതായിട്ടൊരു കർത്താവ്. ആ സ്നേഹത്തെ ഞാൻ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മറുചോദ്യം നമുക്കില്ല. കർത്താവേ, നിൻ്റെ സ്നേഹത്തിൻ്റെ ഉള്ളിൽ ഞാൻ നിമഗ്നനാണ്, നിൻ്റെ സ്നേഹത്തിൻ്റെ ഡെപ്താണ് എൻ്റെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അത് മതി എനിക്ക് എന്ന് ഞാൻ പറയും. 2-ാമത്തെ കാര്യം ചോദിക്കട്ടെ. വാട്ട് കീപ്സ് യു ഫ്രം എക്സ്പീരിയൻസിങ് ദ ലവ് ഓഫ് ഗോഡ്? നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദൈവത്തെ അനുഭവിക്കുന്നതിൽ എന്താണ് നിങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്ന് നിങ്ങൾ കാണുന്നത്? എന്ത് വൂണ്ടാണ്, എന്ത് മുറിവുകളാണ്, എന്ത് ഹർട്ടാണ്, എന്ത് കാര്യങ്ങളാണ്, എന്താണ് നിങ്ങളെ ഒഫൻഡ് ചെയ്തിരിക്കുന്നത്, എന്ത് വിഷയമാണ് നിങ്ങൾക്ക് പ്രയാസമായിട്ട് നിന്നിരിക്കുന്നത്? ഇന്നലെ ഞങ്ങളൊരു ഫാമിലിയെ വിസിറ്റ് ചെയ്യാൻ പോയപ്പോഴേ ആ വൈഫ് ഞങ്ങളോട് പറയുമായിരുന്നു, ഈ ഹസ്ബൻഡ് എന്ന് പറയുന്ന വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹം വളർന്നു വന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് ഈ ആർമി ഓഫീസർ ആയിരുന്നത് കൊണ്ട് എപ്പോഴും എല്ലാത്തിനും ഡിസിപ്ലിനാണ്. ഡിസിപ്ലിനല്ലേ? എല്ലാത്തിനും ഡിസിപ്ലിനാണ്. അതുകൊണ്ട് പട്ടപ്പെട്ടാന്ന് എല്ലാത്തിനും കൊടുത്തുകൊണ്ടിരിക്കും. അത് കിട്ടുന്ന സാധനം എന്താണ്? സ്കെയിലാണെങ്കിൽ സ്കെയില്, കയ്യിലാണെങ്കിൽ കയ്യില്. അങ്ങനെ ഇടിച്ചും അടിച്ചും വളർത്തിയതുകൊണ്ട് എന്ത് സംഭവിച്ചു? പുള്ളിക്ക് ഒന്നിലും ഒരു ഡിസിഷനില്ല. ഡിസിഷൻ വേണം, എന്ത് വേണം? അടി വേണം.
അങ്ങനെ ആയിപ്പോയി. ചില കുട്ടികളെ അങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുക ചില പേരൻസ്. ഡിസിഷൻ വേണമെങ്കിൽ അടി വേണം. അങ്ങനെയല്ല ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും ഒക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പം അങ്ങനെ ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണെന്നറിയോ? ഈ ഫാദർ അങ്ങനെ എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? ഈ ഫാദർ അദ്ദേഹത്തിൻ്റെ ഫാദറിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് സ്നേഹം റിസീവ് ചെയ്തിട്ടില്ല. സെയിം തിങ് അങ്ങോട്ടും കൊടുത്തു, അത്ര തന്നെ. നിങ്ങൾ ശ്രദ്ധിച്ചോണം, കുടുംബ ബന്ധങ്ങളിൽ കുഞ്ഞുങ്ങളെ വളർത്തുന്ന ആ ഒരു കാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന വിഷയങ്ങളാണിത്. അക്സെപ്റ്റ് ചെയ്യണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇതിൽ സോളി സിസ്റ്റർ എനിക്ക് ഇട്ട് തന്നതായിട്ടുള്ള ജോസഫ് അന്നക്കുട്ടി ജോസഫ്, നിങ്ങൾക്ക് അറിയാമോന്ന് അറിയത്തില്ല, ആ വ്യക്തിയെ അറിയാമോ ആർക്കെങ്കിലുമൊക്കെ? ജോസഫ് അന്നക്കുട്ടി ജോസഫ്, വളരെ ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു റിവ്യൂ ഉണ്ട്. ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഫിലിം വന്നിട്ടുണ്ട്. ഞാൻ ഫിലിം കാണാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുകയല്ല, പക്ഷേ ഈ ഫിലിം, ഇങ്ങനെയുള്ള ഫിലിംസൊക്കെ കാണുന്നത് നല്ലതാണ്. ആ ഫിലിം ഇംഗ്ലീഷ് ഫിലിമാണ്. ആഡോളസെൻസ് എന്ന് പറയുന്ന ഒരു ഫിലിമാണ്. ആ ഫിലിം വളരെയധികം ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫിലിമാണ്. അതൊരു സീരീസാണ്, സോറി. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പം അത് ഒരുമിച്ചാക്കി കിട്ടിയിരുന്നു, എനിക്കറിയത്തില്ല. ജസ്റ്റ് ചെക്ക് ഇറ്റ്. ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ. ആ ഗ്രൂപ്പിലെ ആ സാധനം ഒന്ന് കേൾക്കണം നിങ്ങൾ. ജോസഫ് അന്നക്കുട്ടി നമ്മുടെ HIF ഗ്രൂപ്പിലുണ്ടത്. നിങ്ങൾ കേൾക്കണം, എന്നെ കേൾക്കണം. എല്ലാവരും യങ്സ്റ്റേഴ്സ്, അഡോളസെൻ്റ് ആയിട്ടുള്ള കുട്ടികളുള്ളവരെല്ലാവരും അത് കേൾക്കണം. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? ഈ ജനറേഷൻസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല. അദ്ദേഹം പറഞ്ഞൊരു കാര്യത്തിനുള്ളൂ, ഇമോജികൾ. നമ്മൾ ഇമോജികൾ വിട്ട് കഴിയുമ്പോൾ നമുക്കറിയാവുന്ന ഇമോജികൾ എന്ന് പറഞ്ഞാൽ ഇതുമാണ് കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത്, ശരിയല്ലേ? ആരെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഇങ്ങനെ ഒന്ന് ഇട്ടേക്കും. പ്രാർത്ഥിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല, എനിക്ക് സംശയമാണ്. ഞാനും അങ്ങനെ ഇടാറുണ്ട്. ഇങ്ങനെ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം ഒന്ന് മുട്ടുകുത്തിയേക്കണം. ഒരു 5 മിനിറ്റെങ്കിലും ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നിട്ട് നിങ്ങൾ ഇടാവുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്, കേട്ടോ? ഈ ഇമോജികൾ പലതും, ഇമോജികൾ എന്നല്ല എന്ന് പറയുന്നത്, ഇമോജികൾ പലരും യൂസ് ചെയ്യുന്ന ഇമോജികൾ, യങ്സ്റ്റേഴ്സ് ഉപയോഗിക്കുന്ന ഇമോജികൾക്ക് അർത്ഥതലങ്ങൾ ഡിഫറൻ്റ് ആണെന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അപ്പം അതിൻ്റെ തീം ഇതാണ്. ഒരു യങ് ആയിട്ടുള്ള ഒരു പയ്യൻ, കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ കുത്തിക്കൊല്ലുക ചെയ്യുന്നത്. എന്തുകൊണ്ട് കുത്തിക്കൊന്നു എന്നുള്ള ഇൻവെസ്റ്റിഗേഷനാണ് സ്റ്റോറി. ആ ഇൻവെസ്റ്റിഗേഷനിൽ പോയിരിക്കുന്ന ഒരു ഇൻസ്പെക്ടർ ആ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. കാരണം ഇമോജികളെല്ലാം തന്നെ ബെസ്റ്റ് ഇമോജികളാണ്. ഇങ്ങനെ കാണിച്ചിരിക്കുന്നു, ഹാർട്ട് കാണിച്ചിരിക്കുന്നു, കിഡ്നിയുടെ പടം ഇങ്ങനെ ഓരോന്നും കാണിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നല്ല ഒരു പിക്ചറായിട്ടാണ് അദ്ദേഹത്തിന് തോന്നിയത്. ആ ജനറേഷനിൽ അങ്ങനെയാണ് തോന്നിയത്. അദ്ദേഹം സ്കൂളിൽ ഒന്ന് എൻക്വയറി ചെയ്യാനായിട്ട് ചെന്നു. അപ്പോൾ ഇതേ സ്കൂളിലാണ് ഈ ഇൻസ്പെക്ടറുടെ മകൻ പഠിക്കുന്നത്. ആ മകൻ അപ്പനോട് പറഞ്ഞു, അപ്പന് വല്ലതും കിട്ടിയോ എന്ന് ചോദിച്ചു. എന്തെങ്കിലും ക്ലൂ കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. ആ അപ്പനെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പൻ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഇമോജികളുടെ അർത്ഥം ഡിഫറൻ്റാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന അർത്ഥമല്ല ഈ ഇമോജികൾക്കുള്ളത്. അതുകൊണ്ട് ഈ പയ്യൻ ആ പെൺകുട്ടിയെ കുത്തിക്കൊന്നു എന്ന് പറഞ്ഞാൽ ചുമ്മാ കുത്തുമല്ല, അത്ര റിവെഞ്ച്ഫുള്ളായിട്ട് പല പ്രാവശ്യം കുത്തിക്കൊല്ലുക, റിവെഞ്ച്ഫുള്ളായിട്ട്. നമ്മുടെ അക്സെപ്റ്റൻസ്, കുട്ടികളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്, കൊച്ചു കുഞ്ഞുങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നത്, അതെ അവൻ എഴുന്നേറ്റല്ലോ, കൊച്ചു കുഞ്ഞുങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നത് അവരുടെ കൊച്ചു കുട്ടിയായിട്ട് വളർന്നു വരുമ്പോൾ തന്നെ ഒരുപാട് ഡിഫക്ട്സുകളും ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അവരെല്ലാവരും പഠനത്തിൽ ഭയങ്കര യോഗ്യരായിരിക്കണമെന്നില്ല, അവരെല്ലാവരും 100-ൽ 100 മേടിക്കണമെന്നില്ല. നമ്മുടെ അക്സെപ്റ്റൻസ് എങ്ങനെയാണ്?
ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ്. ഞാനത് അവിടെ പറഞ്ഞ് നിർത്തുകയാണ്. ദൈവം നമ്മളെ അൺകണ്ടീഷണലായിട്ടാണ് സ്നേഹിക്കുന്നത്. നിങ്ങളുടെ വൂണ്ടുകളോ നിങ്ങളുടെ അൺഫോർഗീവ്നെസ്സോ ഏതെങ്കിലും ലൈഫിൽ നടന്ന സിറ്റുവേഷൻസോ ഒക്കെ നിങ്ങളെ സ്നേഹം പ്രദർശിപ്പിക്കുന്നതിലും നിബിഡമായി സ്നേഹം കൊടുക്കുന്നതിലുമൊക്കെ നിങ്ങൾക്ക് തടസ്സം നിർത്തുന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ മനസ്സിലാക്കണം. ദൈവവചനത്തിന് കീഴിൽ കൊണ്ടുവന്ന് ധ്യാനിച്ച് അത് മനസ്സിലാക്കി കർത്താവിൽ നിന്ന് ആ സ്നേഹത്തെ റിസീവ് ചെയ്യണം, സ്വീകരിക്കണം. കർത്താവ് എന്നെ എങ്ങനെ സ്നേഹിച്ചു എന്നുള്ളതിനെ ഞാൻ പൂർണ്ണ അർത്ഥത്തിൽ അതിനെ റിസീവ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹബന്ധങ്ങളിൽ വ്യത്യാസം വരും. അൺഫോർഗീവിങ് ആയിട്ടുള്ള ഏതൊരു വിഷയത്തെയും ഫോർഗീവ് ചെയ്യാനുള്ള പവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നമ്മുടെയൊക്കെ ലൈഫിൽ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ അൺഫോർഗീവിങ് ആ മേഖലകളിൽ നമ്മൾ ബൗണ്ടറി വരച്ച് നിർത്തിയിട്ടുണ്ടാവും. നിങ്ങൾ തീരുമാനമെടുക്കുക. ദൈവത്തിൽ നിന്ന് സ്നേഹം പ്രാപിച്ചിട്ടുള്ളവരാണെങ്കിൽ, എന്ത് നിങ്ങളെ ചെയ്തിട്ടുള്ളവരാണെങ്കിലും, എത്രമാത്രം ദുഷിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അവരെ സ്നേഹിക്കാനുള്ള പവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലഭിക്കും. സ്തോത്രം. ഞാനിത് വെറുതെ പറയുന്നതല്ല, വീൺവാക്കായിട്ട് പറയുന്നതല്ല. ദൈവത്തിൻ്റെ സ്നേഹം അതുപോലുള്ളതാണ്. അത് ഞാനും നിങ്ങളും റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നടക്കുന്ന ഒരു പ്രോസസ്സാണിത്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളെ ചിന്തിപ്പിക്കട്ടെ. യെരമ്യാവിൻ്റെ പുസ്തകം 31:3 അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു എവർലാസ്റ്റിംഗ് ലവിനെ കുറിച്ചാണ്. യെരമ്യാവിൻ്റെ പുസ്തകം 31:3 എവർലാസ്റ്റിംഗ് ലവ്. യഹോവ ദൂരത്ത് നിന്ന് എനിക്ക് പ്രത്യക്ഷമായി അരുളി ചെയ്തത്. അവിടെ ആ ദൂരത്ത് നിന്ന് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, യഹോവ എന്ന് പറയുന്ന അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലെവലിലുള്ള ഒരാളല്ല. ആണോ? നമ്മുടെ വെളിപ്പുറത്ത് വരുന്നൊരു ദൈവമല്ല. ഇന്ന് പല പാസ്റ്റർമാരും വെളിപ്പുറത്ത് ദൈവത്തെ കൊണ്ടുവന്ന് പല കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ദൈവമൊന്നും ചെയ്യുന്ന ആളല്ല. പിന്നെ ചില കാര്യങ്ങളൊക്കെ അങ്ങ് നടന്നു പോകുന്നു, അത്രേ ഉള്ളൂ. അവർക്ക് സംഭവിക്കാനുള്ളത് പിന്നീട് ന്യായവിധിയിൽ സംഭവിക്കും. ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ദൈവം ആരാണെന്നുള്ളത് മനസ്സിലാക്കണം. നമ്മൾ ദൂരത്ത് നിന്നെന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ദൈവം അത്ര വലിയവനായിട്ടുള്ളൊരു ദൈവമാണ് നമ്മുടെ ദൈവം. അത്ര വലിയവനായിട്ടുള്ളൊരു ദൈവമാണ്. നമുക്കങ്ങനെ പെട്ടെന്നങ്ങ് അപ്രോച്ച് എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ചിന്തയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. പക്ഷെ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളോട് അടുത്ത് നിൽക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. യാതൊരു സംശയമില്ല. ഈ ദൂരത്ത് നിന്ന് പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ ചിന്തിച്ചോണം, ദൈവം നമ്മുടെ അടുത്തുണ്ട്, വലത്ത് കരം പിടിച്ചിട്ടുണ്ട്, സംശയമൊന്നുമില്ല. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ചിന്തയാണ്, ദൈവം വലിയവനായിട്ടുള്ളൊരു ദൈവമാണ്, സകലതിനെയും സൃഷ്ടിച്ച ഒരു ദൈവമാണ്. അവൻ പറയാണ്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. എവർ ലാസ്റ്റിംഗ് ലവ് എന്നാണ് പറയുന്നത്. നിത്യസ്നേഹം എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ലവ്, എവർ ലാസ്റ്റിംഗ് ലവ്. അതുകൊണ്ട് ഞാൻ നിനക്ക് ദീർഘമായിരിക്കുന്നു. ജോർജ് മറ്റേ നവജീവോദയം, ജോർജ് മാത്യു, എന്താ പുള്ളിയുടെ പേര്? ജോർജ് മാത്യു അല്ലേ? ജോർജ് ചെറിയാൻ. അദ്ദേഹം പറയുമ്പോൾ ഈ ഒരു വാക്യം പറയുമ്പോൾ ദീർഘമായി, ദീർഘത്തിൻ്റെ ദീർഘം അത് വളരെ വലുതാണ്. അദ്ദേഹത്തിൻ്റെ ഭാഷയാണത്. ദീർഘമായ ദയ, ദീർഘമായ സ്നേഹം, എവർ ലാസ്റ്റിംഗ് ലവ്, അൺകണ്ടീഷണൽ ലവ്, ദൈവത്തിൻ്റെ സ്നേഹം. വീണ്ടും പെട്ടെന്ന് ഞാൻ പോട്ടെ, 2 പത്രോസ് 3:9 നമ്മൾ കടക്കുമ്പോൾ ഹിസ് പേഷ്യന്റ് ലവ്, അവൻ്റെ ദൈവമെന്ന്, അവൻ്റെ സ്നേഹമെന്ന് പറയുന്നത് വളരെ പേഷ്യൻസ് ഉള്ള. 1 കൊരിന്ത്യർ 13 ഈ സ്നേഹത്തിൻ്റെ എല്ലാ ക്യാരക്ടറും പറയുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില വിഷയങ്ങൾ മാത്രമാണ് പറയുന്നത്. പ്രാക്ടിക്കലായിട്ട് പ്രായോഗികമായ തലത്തിൽ നമ്മൾ ഫെയിലാകുന്ന വിഷയം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഈ സബ്ജക്റ്റിൽ ഞാനിപ്പോൾ തീർക്കും. അവിടെ പറഞ്ഞിരിക്കുന്നത് 2 പത്രോസ് 3:9 അല്ലേ?
3:9 എന്താ പറഞ്ഞിരിക്കുന്നത്? ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ദീർഘക്ഷമ, അത് സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന ക്വാളിറ്റിയാണ് ദീർഘക്ഷമ. ആർക്കൊക്കെ ഉണ്ട് ദീർഘക്ഷമ? എത്ര പേരുണ്ട് ദീർഘക്ഷമ? ആരും കൈവെക്കുന്നില്ല. ഇച്ചിരി പേടിയാണ് കൈവെക്കാനായിട്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പാസ്റ്റർ പിടിച്ചാലോ എന്നുള്ളൊരു പേടിയാണ്. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാമല്ലോ, എനിക്കുണ്ട് ദീർഘക്ഷമ എന്ന് പറയാമല്ലോ. ആ ദീർഘത്തിൻ്റെ ദീർഘം ഇച്ചിരി കുറവാണ് പാസ്റ്റർ എന്ന് പറഞ്ഞാൽ മതി ലാസ്റ്റ്. ദീർഘക്ഷമ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് ദീർഘക്ഷമ. അന്നല്ലേ കേട്ടോ? ദീർഘക്ഷമ മോൻഡസ്, ദീർഘക്ഷമ പ്രാക്ടിക്കലാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സബ്ജക്റ്റ് എടുത്തത്. എനിക്കും നിങ്ങൾക്കും ഇല്ലാത്ത ഒരു ക്വാളിറ്റിയാണ് ദീർഘക്ഷമ. ശരിയല്ലേ? എനിക്കും നിങ്ങൾക്കും ഇല്ല, ഈ ദീർഘക്ഷമ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. എനിക്കില്ലാത്തതുകൊണ്ടാണ് ഞാൻ എടുത്തത്. ദീർഘക്ഷമ ദൈവത്തിനുണ്ട്. ഉണ്ടോ? നമുക്കുണ്ടോ? നമുക്കില്ലെങ്കിൽ എങ്ങനെ അത് കൊണ്ടുവരാം? എങ്ങനെ ആ ദീർഘത്തിൻ്റെ ദീർഘം കൂട്ടാൻ പറ്റും? നമ്മൾ ചിന്തിക്കേണ്ടത്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദയ, ദീർഘക്ഷമ. സങ്കീർത്തനം 103:8 കൂടി നമുക്ക് വായിക്കാം. സങ്കീർത്തനം 103:8 ഒന്ന് വായിച്ചാട്ടെ. ഒരു കാര്യം കൂടി എനിക്ക് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കണം. സങ്കീർത്തനം 103:8 യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ. ഇത് ദൈവത്തിൻ്റെ ഒരു ക്വാളിറ്റി. സ്നേഹത്തിൽ നിന്ന്, നിങ്ങൾ സ്നേഹം ദൈവത്തിൽ നിന്ന് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു ക്വാളിറ്റിയാണ് ഈ ദീർഘക്ഷമ എന്ന് പറയുന്നത്. എത്ര എത്ര നമ്മുടെ വായിലിട്ട് കമ്പിട്ട് കുത്തിയാലും നമ്മൾ ഒരു രീതിയിലും നമ്മൾ പ്രതികരിക്കാതെ നിൽക്കുന്ന ഒരു ദീർഘക്ഷമ, അത് എനിക്കും നിങ്ങൾക്കും ഉണ്ടോ? ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ചില കാര്യങ്ങൾ നമ്മൾ പ്രതികരിക്കണം, സംശയമില്ല. ചില കാര്യങ്ങൾ നമ്മൾ പ്രതികരിക്കണം. ഈ പ്രതികരിക്കേണ്ടുന്ന കാര്യം, നമ്മൾ പൈശാചികമായിട്ടുള്ള കാര്യങ്ങൾക്കെതിരെ നമ്മൾ പ്രതികരിക്കണം. ദൈവഹിതമല്ലാത്ത ഒരു കാര്യം ഒരാൾ പറഞ്ഞാൽ നമ്മളത് പ്രതികരിക്കണം. അതിനൊന്നും ദീർഘക്ഷമയോടുകൂടി ഒന്നും ഇരിക്കേണ്ട കാര്യമില്ല. വിശ്വാസിയാണെങ്കിൽ, അവിശ്വാസിയാണെങ്കിൽ നമ്മൾ ദീർഘക്ഷമയോടുകൂടി ഇരിക്കേണ്ടതായിട്ട് വരും. വിശ്വാസികളാണെങ്കിൽ ഒരു കോംപ്രമൈസിലേക്ക് പോകാനായിട്ടോ മറ്റൊരു കാര്യങ്ങളിലേക്ക് പോകാനായിട്ടോ ഒക്കെ നമ്മളോട് പറഞ്ഞാൽ നമ്മൾ അത് നമ്മൾ കൈ കൊടുക്കേണ്ട കാര്യമില്ല. അവിടെ നമ്മൾ ശക്തമായിട്ട് പ്രതികരിക്കണം. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ, സഹോദരന്മാരുമായിട്ടുള്ള ബന്ധത്തിൽ ഒക്കെ പല കാര്യങ്ങളും നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ ഈ ഒരു ക്വാളിറ്റി എൻ്റിലുണ്ടെങ്കിൽ ഭയങ്കര നേട്ടമായിരിക്കും അതുകൊണ്ടുണ്ടാവാൻ പോകുന്നു. ദീർഘക്ഷമയോടുകൂടി ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ എനിക്ക് റിസീവ് ചെയ്യാനായിട്ട് കഴിയട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ലാസ്റ്റ് ഞാൻ പറയട്ടെ, ഹിസ് ലവ് ഈസ് ഡിസിപ്ലിനിങ് ലവ്. ഇച്ചിരി പ്രയാസമുള്ളൊരു കാര്യമാണ്. ഡിസിപ്ലിൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇച്ചിരി പ്രയാസമുണ്ട്. അച്ചടക്കമുള്ള ഒരു ദൈവസ്നേഹം, അച്ചടക്കം പഠിപ്പിക്കുന്ന ഒരു ദൈവസ്നേഹം, ആ ദൈവസ്നേഹത്തിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അച്ചടക്കം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ദൈവം എന്നെ സ്നേഹിക്കുമ്പോൾ തന്നെ ദൈവം അച്ചടക്കം കൂടി എന്നെ പഠിപ്പിക്കുന്നുണ്ട്, ഡിസിപ്ലിൻ കൂടി എന്നെ പഠിപ്പിക്കുന്നുണ്ട്. സ്നേഹത്തിൻ്റെ ഒരു പാർട്ടായിട്ട് തീരുന്ന ഒരു കാര്യമാണ് ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളൊരു അടി കൊടുക്കുന്നത് ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. ആ കുഞ്ഞുങ്ങളെ നിങ്ങൾ അടിച്ചത് എന്ത് അടിസ്ഥാനത്തിലാണ്? നിങ്ങൾ അടിച്ചത് ഫ്രസ്ട്രേഷൻ്റെ അടിസ്ഥാനത്തിലാണോ? ദേഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. അതേസമയം നിങ്ങൾ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അടിച്ചതെങ്കിൽ നിങ്ങൾ കറക്റ്റാണ്. അതുതന്നെയാണ് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് സ്നേഹത്തിൽ നിമഗ്നമായ, സ്നേഹത്തിൽ ഇൻവോൾവായ ഒരു കാര്യമാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം ഡിസിപ്ലിൻ ചെയ്യുമ്പോൾ നമ്മൾ ഓർത്തോണം, ദൈവം ഡിസിപ്ലിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ സ്നേഹം എന്നിൽ വളരെ കൂടുതലായതുകൊണ്ടാണ്. ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ
ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ റിസീവ് ചെയ്തു എന്ന് പറയാം. ഹല്ലേലൂയ. അൺകണ്ടീഷണൽ ലവ്, എവർലാസ്റ്റിംഗ് ലവ്, ഡിസിപ്ലിൻഡ് ലവ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി. ഒരൊറ്റ വാക്യം കൂടി വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം ഹീബ്രു 12:6 മുതൽ 14 വരെയുള്ള വാക്യം നമുക്ക് വായിക്കാം. ഇത് പലതവണ നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതോടുകൂടി നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഹിസ് ഡിസിപ്ലിൻ ഈസ് നോട്ട് ഔട്ട് ഓഫ് ആങ്കർ ഓർ ഫ്രസ്ട്രേഷൻ. ഒരിക്കലും ദേഷ്യത്തോടു കൂടി, ഒരു ഫ്രസ്ട്രേഷനോട് കൂടി അല്ല ദൈവം നമ്മളെ ഡിസിപ്ലിൻ ചെയ്യുന്നത്. നമ്മളും അതുപോലെ തന്നെ ആയിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളോട്, നമ്മുടെ കുട്ടികളോട് ഒക്കെ പെരുമാറേണ്ടുന്ന അവസ്ഥ. നമ്മുടെ ഭാര്യയോട്, നമ്മുടെ റിലേറ്റീവ്സിനോട്, നമ്മുടെ സഹോദരന്മാരോട്, നമ്മുടെ യങ്സ്റ്റേഴ്സിനോട് എല്ലാം നമ്മൾ ഇടപെടുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ക്വാളിറ്റിയാണിത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. ശ്രദ്ധിച്ചോണം. ഫസ്റ്റ് സെന്റൻസ് എന്താണ്? കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. അണ്ടർലൈൻ ചെയ്തിട്ട് നിങ്ങൾ ശിക്ഷിക്കുന്നില്ല എന്നല്ല പറയുന്നത്. സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നില്ല എന്നാണ് പറയുന്നിരിക്കുന്നത്. അല്ല, സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും അവൻ തല്ലുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമകനാകാൻ അവൻ അധികാരം നൽകി. എന്നിട്ട് ഇവിടെ പറയാണ്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമകനാകാൻ അധികാരം കൊടുത്തു. അതോടൊപ്പം തന്നെ ഇപ്പം എന്താ നമ്മൾ വായിച്ചത്? എബ്രായർ 12:6 എന്താ വായിച്ചത്? ഇപ്പോ കർത്താവ് സ്നേഹിക്കുന്നവനെ അവനെ കൈക്കൊള്ളുന്ന മകനെ താൻ തല്ലുന്നു. ശ്രദ്ധിച്ചോ? ഡിസിപ്ലിൻ ഈസ് എ പാർട്ട് ഓഫ് ദ ലവ്. സ്നേഹത്തിൻ്റെ ഒരു വലിയ അടയാളമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധം നിങ്ങൾ മറന്നു കളയരുത്. ഹല്ലേലൂയ. അടുത്തത് 7-ാമത്തെ വാക്യം കണ്ടിന്യൂ ചെയ്തോളൂ. നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ എന്താ ഗുണം? ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? നമുക്ക് ചിലപ്പോൾ ഒരു രോഗം വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ, ഒരു ദുഃഖം വരുമ്പോൾ, നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും, ഈ ദൈവം എവിടെ പോയിരിക്കുകയാണ്? ഞാൻ ഇത്രയൊക്കെ വിശ്വസിച്ച്, ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട്, അല്ലേ, ഞാൻ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ രക്ഷിക്കപ്പെട്ടൊക്കെ വന്നിട്ട് എൻ്റെ ദൈവം എന്താണ് എന്നെ കരുതാത്തത്? ചിന്തിക്കാറുണ്ടോ നമ്മൾ? അങ്ങനെയാണെങ്കിൽ ചിന്തിച്ചോണം. ഇതാ വാക്യം. എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലടയന്മാർ അത്രേ. ശ്രദ്ധിച്ചോ? അപ്പൊ നിങ്ങൾക്ക് ബാലശിക്ഷ ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആ ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോയപ്പോൾ ചിലപ്പോൾ ഭാരമേറിയ ചില കാര്യങ്ങൾ, ചിലപ്പോൾ ചില ബുദ്ധിമുട്ട് പിടിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം, അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുള്ളതിൻ്റെ തെളിവാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇനി അടുത്തത് 9-ാമത്തെ വാക്യം. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നല്ലോ. ശരിയല്ലേ? ഞാൻ ചിന്തിക്കായിരുന്നു, ഇന്നലെ ഞാൻ കണ്ട ആ സഹോദരനെ, അയാൾ എന്തോരം നല്ല മനുഷ്യനാണെന്നറിയാം. നല്ലൊരു മനുഷ്യനാണ് അയാൾ. ഇത്രയൊക്കെ അടികൊണ്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചു അങ്ങേര് ഈ ഫാദറിനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് അങ്ങേര് ഫാദർ പറയുന്നൊന്നും അനുസരിക്കാതെയൊക്കെ ജീവിക്കുന്ന വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല. അദ്ദേഹം ഒരു നല്ല ലെവലിലായി, അദ്ദേഹം നല്ലൊരു എഡ്യൂക്കേഷൻ സമ്പാദിച്ചു, അദ്ദേഹം നല്ല രീതിയിൽ ജീവിക്കുക. പക്ഷെ അദ്ദേഹത്തിന് ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ, ഈ ഒരു പ്രശ്നം. അത് വൈഫാണല്ലോ പിന്നെ കണ്ടുപിടിക്കുന്നത്. വൈഫ്മാർക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. വൈഫിനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലേ? ഭർത്താവിൻ്റെ ഒരു പോരായ്മ എന്താണെന്നുള്ളത് വൈഫിനെ കണ്ടുപിടിക്കുക. അതുകൊണ്ട് ഈ പോരായ്മകൾ പറയുന്ന വൈഫുമാരെ ഒരിക്കലും നിങ്ങൾ തള്ളി പറയരുത്. അവർ കറക്റ്റാണ്. എന്നെ എപ്പോഴും പോരായ്മ കാണിച്ചു തരുന്നത് പ്രീതിയാണ്. ആദ്യമൊക്കെ ഞാൻ അങ്ങോട്ട് ചൂടാവും, പിന്നെ എനിക്ക് മനസ്സിലാവും ഇത് അങ്ങനെ ശരിയാണ്. നമ്മളത് അത് കറക്റ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ദൈവം പറയുന്നത് അങ്ങനെ പിതാക്കന്മാരും അമ്മമാരും ഒക്കെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ ആ മക്കൾ അവരെ വണങ്ങിപ്പോരുന്നു, അല്ലെങ്കിൽ അവരെ സ്നേഹിച്ച് തന്നെയല്ലേ പോകുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ആത്മാക്കളുടെ പിതാവിനെ എത്രയധികമായിട്ട് കീഴടങ്ങി നിങ്ങൾ നിൽക്കണം, അല്ലേ?
ദൈവം ജഡത്തെ ആണ്, മനുഷ്യര് ജഡത്തെയാണ് ആക്രമിക്കുന്നതും ശിക്ഷിക്കുന്നതും ഒക്കെ. പക്ഷെ ആത്മാവിനെ ശിക്ഷിക്കാൻ കഴിവുള്ള ഒരൊറ്റ ആളാണ് ദൈവം. അവൻ നിങ്ങളെ ശിക്ഷിക്കുമ്പോൾ നിങ്ങൾ എത്രത്തോളം കീഴടങ്ങിയിരിക്കേണ്ടതായിട്ടുണ്ട്. ഇതാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ ആ ഒരു കഴിവ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ഒരു കേപ്പബിലിറ്റിയെ കുറിച്ച് അവിടെ പറയുന്നത്. ഇനി 10ാമത്തെ വാക്യം എന്താ പറയുന്നത്? അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. ഇനി പറയുന്നത് ആ ശിക്ഷയുടെ ഡിഫറൻസിനെ കുറിച്ചാണ്. ശിക്ഷിച്ചു, അത് അക്സെപ്റ്റ് ചെയ്തു, ശരിയാണ്. ഇനി പറയുന്നത് ആ ശിക്ഷിച്ചതിൻ്റെ ഡിഫറൻസ് ആണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? മനുഷ്യർ ശിക്ഷിക്കുന്നത് കുറെ കാലം ശിക്ഷിക്കാൻ പറ്റും അല്ലേ? എന്താണ്? അടയ്ക്കുകയാണെങ്കിൽ മടിയിൽ വയ്ക്കാം. അടയ്ക്കാമരാണെങ്കിൽ മടിയിൽ വയ്ക്കാൻ പറ്റുമോ? ഇല്ല. അടയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേസിലിൻ്റെയും ദിയയുടെയൊക്കെ പ്രായം, ജോസഫിൻ്റെയൊക്കെ പ്രായമാണ്, അവൻ്റെയൊക്കെ പ്രായമാണ്. അടയ്ക്കാമരം ആയിക്കഴിഞ്ഞാൽ, ഇച്ചിരി വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മടിയിലൊന്നും വെക്കാൻ പറ്റത്തില്ല. ശിക്ഷിക്കുന്നത് കുറെ കാലേ പറ്റുള്ളൂ നമുക്ക് ശിക്ഷിക്കാൻ. പിന്നെന്താ പറയുന്നത്? തങ്ങൾക്ക് ബോധിച്ചതുപോലെയാണ് നമ്മൾ ശിക്ഷിക്കുന്നത് അല്ലേ? തങ്ങൾക്ക് ബോധിച്ചതുപോലെയാണ്. അവനോ നാം അവൻ്റെ, ശ്രദ്ധിച്ചോണം, അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നു. അവൻ്റെ എക്സ്പെക്റ്റേഷൻ എന്താണ്? ദൈവത്തിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്താണ്? നമ്മളെ ശിക്ഷിക്കുമ്പോൾ നമ്മൾ അവനോളം വളരണം, അവൻ്റെ വിശുദ്ധിയിലേക്ക് എത്തിച്ചേരണം. അവൻ്റെ വിശുദ്ധി നമ്മൾ പ്രാപിക്കാൻ തക്കവണ്ണമാണ് അവൻ നമ്മളെ ശിക്ഷിക്കുന്നത്. അപ്പൊ ചിലരുടെ ലൈഫിൽ ചില ശിക്ഷ കൂടുതലായിരിക്കും. ചിലരുടെ ലൈഫിൽ ചിലപ്പോൾ ചില ശിക്ഷ കൂടുതലായിരിക്കും. എന്തിനാണ്? അവരെ കൂടുതലായിട്ട് ദൈവത്തിന് ചിലപ്പോൾ ഉപയോഗിക്കാനുണ്ടാവും. അങ്ങനെ നിങ്ങൾ എടുക്കാവുള്ളൂ. സ്തോത്രം. അങ്ങനെ നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ കാണാവുള്ളൂ. പോസിറ്റീവായിട്ട് കാണും ലൈഫിനെ, വളരെ പോസിറ്റീവായിട്ട് കാണും. ലൈഫിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ആകെപ്പാടെ താളടിഞ്ഞ് നിലത്ത് കിടക്കാനല്ല ദൈവം നിങ്ങളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. അത് ദൈവത്തിൻ്റെ ശിക്ഷയാണോ, ദൈവത്തിൻ്റെ ബാലശിക്ഷയാണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു ഡിസേൺമെന്റ്. എല്ലാം ഒന്നും ദൈവത്തിൻ്റെ ശിക്ഷയല്ല കേട്ടോ, ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ആണോ എന്നത് ഡിസേൺമെന്റിലൂടെ കണ്ടുപിടിച്ച് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് അത് മനസ്സിലാക്കുക. നമ്മളെ വിശുദ്ധീകരിക്കുന്ന ഒരു ദൈവം, അവന് വേണ്ടിയിട്ട് ഈ ശിക്ഷയും ഈ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ എനിക്ക് കഴിയും കർത്താവേ, സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. സ്തോത്രം. താങ്ക് യു. 11. പിന്നെന്താണ് 11ാമത്തെ വാക്യം? ഏതു ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ. ശിക്ഷയെക്കുറിച്ച് പറഞ്ഞു. ശിക്ഷ എന്തുവാ? സന്തോഷമാണോ? ആർക്കും സന്തോഷമല്ല. എല്ലാവർക്കും അത് ഇച്ചിരി പ്രയാസമുണ്ട്, ദുഃഖമുണ്ട് എന്ന് തോന്നും. ദുഃഖമുണ്ട് എന്ന് തോന്നും. കണ്ടോ? പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാനം ലഭിക്കും. അപ്പൊ ഈ കൊച്ചുകുഞ്ഞു ഉപദേശിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പുള്ളിക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നില്ലെങ്കിൽ പുള്ളിക്ക് ആകെ പ്രയാസമാണ്. അങ്ങനെ കേട്ടേക്കുന്നത്. പുള്ളിക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നില്ലെങ്കിൽ പുള്ളിക്ക് പ്രയാസമാണ്. അങ്ങനെയുള്ളവരുണ്ടോ? വളരെ ചുരുക്കമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ പ്രയാസം ഒന്ന് പെട്ടെന്ന് അങ്ങ് പോട്ടെ എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. പക്ഷേ കൊച്ചുകുഞ്ഞു ഉപദേശി അങ്ങനെ ആയിരുന്നില്ലെന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഈ കഷ്ടതകളിലൂടെയും പ്രയാസങ്ങളിലൂടെയൊക്കെ നടന്നു പോകുമ്പോഴാണ് ദൈവത്തെ കൂടുതൽ കൂടുതൽ കാണാൻ കഴിഞ്ഞത് എന്നാണ് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം പറയപ്പെടുന്നത്. ഒരുപക്ഷെ ശരിയായിരിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടൊരു ഔട്ട്ലുക്ക് നമുക്ക് കണ്ടെടുക്കാം. എന്താണ്? ഈ പ്രയാസത്തിലൂടെയും ദുഃഖത്തിലൂടെയും കഷ്ടതകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ദൈവത്തോട് കൂടുതൽ കൂടുതൽ ചേർന്നിരിക്കാനും ദൈവത്തിൻ്റെ വിശുദ്ധിയെ കൂടുതൽ കൂടുതൽ കാണാനും മനസ്സിലാക്കാനും നമുക്ക് കഴിയട്ടെ. ഉസ്യാവിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഉസ്യാവ് മരിച്ച ആണ്ടിൽ, ദുഃഖമുള്ള സമയത്ത് അല്ലേ? ഉസ്യാവെന്ന് പറയുന്ന രാജാവ് മരിച്ച ആണ്ടിൽ. ഇവിടെ പ്രത്യേകം പറഞ്ഞൊരു സെൻറ്റൻസാണ്. ഞാനിതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ഇവിടെ വേദ പണ്ഡിതന്മാരിവിടെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ പ്രസംഗിക്കുന്നില്ല. അപ്പം ദുഃഖം വരുന്ന സന്ദർഭങ്ങളിൽ, പ്രയാസം വരുന്ന സന്ദർഭങ്ങളിൽ ദൈവത്തോട് കൂടുതൽ കൂടുതൽ അടുത്തിരിക്കാനും അവൻ്റെ വിശുദ്ധിയെ കാണാനും എനിക്കും നിങ്ങൾക്കും കഴിയുമെന്നുള്ളത് അണ്ടർലൈൻ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. അതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. തുടർന്ന് വീണ്ടും 12ാമത്തെ വാക്യം. ഹല്ലേലൂയ. 12ാമത്തെ വാക്യം. ആകയാൽ തളർന്ന കൈയും
കുഴഞ്ഞ മുഴങ്കാൽ. നമുക്കൊന്ന് എഴുന്നേൽക്കാം. തളർന്ന കൈയും. എല്ലാവരും തളർത്തിരിക്കുകയാണ്. പാസ്റ്ററോട്ട് നിർത്തുന്നുമില്ല, ആകെ പ്രശ്നം. ഹല്ലേലൂയ. നേരത്തെ കാലത്തൊട്ട് വരത്തുമില്ല, താമസിച്ച് വന്നിട്ട് ഇതുപോലെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ഫീലിംഗ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ജീവിതവുമായി ബന്ധപ്പെട്ട് എൻ്റെ കാല് തളർന്നിരിക്കുന്നു, ഫിസിക്കലി എൻ്റെ കാല് ഇപ്പോൾ തളർന്നിരിക്കുക, ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. ഫിസിക്കലി നമ്മൾക്കൊക്കെ തളർച്ചയുണ്ട്. പക്ഷെ അതല്ല, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും, അൺഫോർഗീവ്നെസ് ഉണ്ടായ വിഷയങ്ങൾ, വൂണ്ട് ഉണ്ടായ വിഷയങ്ങൾ, വളരെ ഹർട്ട്ഫുൾ ആയിട്ടുള്ള വിഷയങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മൾ തളർന്നിരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി കേട്ടോ, മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരത്തുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഏത് പാത നിരത്തേണ്ടത്? ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പാത അങ്ങ് നിരത്തണം. ദൈവത്തെ അനുസരിക്കാനുള്ള പാത നിരത്തണം. സ്തോത്രം. 14-ാമത്തെ വാക്യം കൂടി പറഞ്ഞവിടെ നിർത്താൻ നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പൻ ഉത്സാഹിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ഇങ്ങനെയാണ് അദ്ദേഹം അവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചത്. നിങ്ങൾ ശ്രദ്ധിച്ചോണം, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ പറഞ്ഞു തുടങ്ങിയത് ഇതാണ്. ദൈവത്തിൻ്റെ സ്നേഹം, അതിനെക്കുറിച്ച് നമുക്കറിയാം. പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യം, ശരിയായ അർത്ഥത്തിൽ അവൻ്റെ സ്നേഹത്തെ റിസീവ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്ന ആ സ്നേഹത്തിൻ്റെ പ്രതിഫലനം എന്നിൽ നിന്നും ഉണ്ടാകും, നമ്മൾ ഓരോരുത്തരിൽ നിന്നും ഉണ്ടാകും. വീണ്ടും നമ്മൾ കണ്ടു, ഹല്ലേലൂയ, എന്താണ് നമ്മൾ കണ്ടത്? രണ്ടാമത്തെ പോയിന്റ് നമ്മൾ കണ്ടത് എന്താണ്? ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു സ്നേഹമാണ്. ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു സ്നേഹമാണ് ഞാനും നിങ്ങളും പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ സ്നേഹത്തിൽ തന്നെ ബാലശിക്ഷകളുണ്ട്, ആ സ്നേഹത്തിൽ തന്നെ സഹനത്തിൻ്റെ ശക്തിയുണ്ട്. മൂന്നാമത് നമ്മൾ കണ്ടു, ദീർഘക്ഷമയുള്ള ഒരു സ്നേഹമാണ്. എൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, എന്ത് വിഷയത്തെയും ദീർഘക്ഷമയോടുകൂടി വീക്ഷിക്കാൻ എനിക്ക് കഴിയണം. ഒരു പ്രശ്നമുണ്ടായെങ്കിൽ അതിനെ ഞാൻ വീക്ഷിക്കുന്നത് ദീർഘക്ഷമയോടുകൂടി ആയിരിക്കണം. 3 കാര്യങ്ങൾ തൽക്കാലം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ഇരിക്കട്ടെ. കർത്താവേ, സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കർത്താവിനോടൊന്ന് സംസാരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ, സ്തോത്രം. നമ്മുടെ ഹൃദയം ഒന്ന് കർത്താവിൽ നിന്ന് സമർപ്പിച്ചാട്ടെ. ഹൃദയം കർത്താവിൽ നിന്ന് സമർപ്പിച്ചാട്ടെ. ഞാൻ ശരിക്ക് റിയലി ആ കർത്താവിൻ്റെ സ്നേഹം റിസീവ് ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും റിസീവ് ചെയ്യാത്തവരിവിടെ ഉണ്ടെങ്കിൽ, ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ചിന്ത, ഭാരം, ദൈവസ്നേഹത്തിൽ നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള മുറിവുകൾ നിങ്ങളുടെ ദൈവസ്നേഹത്തിൽ നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടോ? നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ അമ്മ, അവരുടെ സ്നേഹം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും കിട്ടിയിട്ടില്ല എന്നുള്ള തോന്നൽ കൊണ്ട് ദൈവസ്നേഹത്തിൽ നിന്ന് നിങ്ങൾ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളുടെ ഭർത്താവ്, ഭർത്താവിൻ്റെ വീട്ടുകാർ, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ഭാര്യയുടെ വീട്ടുകാർ, അല്ലെങ്കിൽ ചാർച്ചക്കാർ, മറ്റുള്ളവർ, അവരിൽ നിന്ന് ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തോട് ഏതെങ്കിലുമൊക്കെ സമയത്ത് നിങ്ങളോട് സംസാരിച്ചിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ? ഞാൻ കൊച്ചു കുഞ്ഞുങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ അപ്പൻ, അമ്മ നിങ്ങളെ ചില കാര്യങ്ങളിൽ ശിക്ഷിക്കുന്നത് കണ്ടിട്ട്, ഇവരെന്താണ് ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ഇത് തന്നെയാണോ, ഇങ്ങനെയുള്ളൊരു ദൈവമാണോ ഇവർ വിശ്വസിക്കുന്നത്? ഇങ്ങനെയൊരു ദൈവത്തെ എനിക്കെങ്ങനെ വിശ്വസിക്കാൻ കഴിയും എന്ന് നിങ്ങളുടെ കൊച്ചു ജീവിതത്തിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കൊച്ചു കുഞ്ഞുങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്. ആലോചിച്ച് നോക്കിയാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ പാതയിലേക്ക് നിങ്ങളെ വിളിച്ച ഒരു ദൈവമാണ് നിങ്ങൾക്ക് ബാലശിക്ഷ തരുന്നത് എന്ന് അറിയുമ്പോൾ ആ സ്നേഹത്തിൻ്റെ ആഴം എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടതായിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ഈ ബേർഡനുകളെ കർത്താവിലേക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ?
ലൈഫ് സ്വാതന്ത്ര്യത്തിലേക്ക് പോയിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങൾ പൂർണ്ണ അർത്ഥത്തിൽ റിസീവ് ചെയ്തിട്ടില്ല എന്ന് വേണം പറയാൻ. നിങ്ങൾക്കൊരു വ്യക്തിയെ സ്നേഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ദൈവത്തെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല എന്ന് വേണം പറയാൻ. ഒരു ചെറിയ സംഭവത്തിൽ നിങ്ങൾ ഫ്രസ്ട്രേറ്റ് ആകുന്ന വ്യക്തിത്വമാണെങ്കിൽ ദൈവത്തിൻ്റെ ചെറിയ ഒരു ഡിലേ നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ, നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങൾ പൂർണ്ണമായ അർത്ഥത്തിൽ റിസീവ് ചെയ്തിട്ടില്ല എന്ന് വേണം പറയാൻ. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഒന്ന് തുലനം ചെയ്ത് നോക്കിയാട്ടെ. ഹല്ലേലൂയ. ഭർത്താവ് ഒരിക്കലും പൂർണ്ണ അർത്ഥത്തിൽ പൂർണ്ണനല്ല. ഭാര്യ ഒരിക്കലും പൂർണ്ണയല്ല. അമ്മ ഒരിക്കലും പൂർണ്ണയല്ല. അപ്പൻ പൂർണ്ണനല്ല. അമ്മായി അമ്മ പൂർണ്ണയല്ല. അമ്മായി അപ്പൻ പൂർണ്ണനല്ല. ഹല്ലേലൂയ. നമ്മുടെ റിലേഷൻഷിപ്പുകളിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ, എവിടെയാണ് എനിക്ക് ഹർട്ടുണ്ടാക്കിയിരിക്കുന്നത്, എവിടെയാണ് എനിക്ക് അൺഫോർഗീവ്നെസ് ഉള്ളത്, അതിനെ ക്ഷമ ചോദിച്ച് ദൈവത്തിൻ്റെ സ്നേഹം അത് ആഴത്തിൽ എൻ്റെ ഹൃദയത്തിൽ പതിയുന്നതിൽ തടസ്സമായിട്ട് നിൽക്കുന്നത് ഈ വിഷയമാണ് എന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് ഒരു സൊല്യൂഷനിലേക്ക് എത്താനായിട്ട് പറ്റുമോ? ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ദൈവസ്നേഹം എനിക്കൊന്ന് അന്നയ്ക്ക് ശരിക്കും പാടാൻ അറിയാം. നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർക്കാൻ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. സ്വന്തമായൊന്നുമില്ല, സർവ്വതും നിന്ദാനം. സ്വസ്ഥമായുറങ്ങിടാൻ സമ്പത്തിൽ മയങ്ങാതെ മണ്ണിൻ സൗഭാഗ്യം നേടാനായാലും ആത്മം നഷ്ടമായാൽ ഫലമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. സ്വപ്നങ്ങൾ പൊലിഞ്ഞാലും ദുഃഖത്താൽ വലഞ്ഞാലും മിത്രങ്ങൾ അകന്നാലും ശത്രുക്കൾ നിരന്നാലും രക്ഷാകവചം നീ മാറാതെന്നാളും അങ്ങൻ മുമ്പേ പോയാൽ ഭയമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ
വാക്കുകൾ പോരാ